ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ എന്നുള്ളൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ എന്ന് നോക്കാം. ഇൻവെൻ്ററി കൺട്രോൾ ഈസ് അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഇൻവെൻ്ററി അഡോപ്റ്റ്സ് ദ പോളിസി ഓഫ് സെലക്റ്റീവ് കൺട്രോൾ. അതായത് ഇൻവെൻ്ററിയുടെ മുകളിലുള്ള കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഇൻവെൻ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻവെൻ്ററി ഒരു കോസ്റ്റ് കയറിയ മാർഗ്ഗമായിട്ട് മാറാൻ പാടില്ല. അതുകൊണ്ട് കോസ്റ്റ് ഏറിയ ഒരു പ്രവർത്തനമായിട്ട് ഇൻവെൻ്ററി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലുള്ള കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. ഇത്തരത്തിൽ ഇൻവെൻ്ററിയുടെ മുകളിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന ഒരു മാർഗ്ഗമാണ് സെലക്റ്റീവ് പോളിസി ഓഫ് ഇൻവെൻ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ in selective inventory control, the inventory of high value items is controlled. അതായത് ഉയർന്ന വാല്യൂ ഉള്ള ഐറ്റംസിൻ്റെ ഇൻവെൻ്ററിയാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ബിക്കോസ് ദേ ഗീവ് ഗ്രേറ്റസ്റ്റ് റിട്ടേൺസ്. അത് കൂടുതൽ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മച്ച് അറ്റൻഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ഇൻവെൻ്ററി ഓഫ് ഹൈ വാല്യൂ ഐറ്റംസ്. ഹൈ വാല്യൂ ഐറ്റത്തിൻ്റെ ഇൻവെൻ്ററിക്കാണ് കൂടുതൽ അറ്റൻഷൻ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ not much care is assigned for the low value items because the returns are low. അതായത് ലോ വാല്യൂ ഐറ്റത്തിന് കൂടുതൽ കെയർ എവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ കൂടുതലും ഹൈ വാല്യൂ ഉള്ള ഐറ്റത്തിന് മാത്രമാണ് ഇൻവെൻ്ററി കൺട്രോളിൽ കെയർ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ലോ വാല്യൂ ഐറ്റത്തിന് കെയർ എന്നുള്ളത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഹൈ വാല്യൂ ഐറ്റംസ് ആണ് ഗ്രേറ്റസ്റ്റ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക. ലോ വാല്യൂ ഐറ്റംസ് താരതമ്യേന റിട്ടേൺ കുറച്ച് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്ന കാരണം കൊണ്ട് തന്നെ ഹൈ വാല്യൂ ഐറ്റത്തിനാണ് കൂടുതൽ കെയർ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യാം. സോ കെയർ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ഹൈ വാല്യൂ ഐറ്റംസ് റാദർ ദാൻ ദ ലോ വാല്യൂ ഐറ്റംസ്. ലോ വാല്യൂ ഐറ്റത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈ വാല്യൂ ഐറ്റത്തിനാണ് കെയർ എന്നുള്ളത് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സുകളുള്ളത് എന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്. ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സുകളുടെ പ്രധാനപ്പെട്ട സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ 10 തരത്തിലാണ് സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സുകളുള്ളത്. ആദ്യത്തേത് ABC അനാലിസിസ്, രണ്ടാമത്തേത് VED അനാലിസിസ്, മൂന്നാമത്തേത് വെയിൻ അനാലിസിസ്, നാലാമത്തേത് സാപ്പ് അനാലിസിസ്, അഞ്ചാമത്തേത് FSN അനാലിസിസ്, ആറാമത്തേത് HML അനാലിസിസ്, ഏഴാമത്തേത് SDE അനാലിസിസ്, 8 SOS അനാലിസിസ്, 9 ഗോൾഫ് അനാലിസിസ്, 10 XYZ അനാലിസിസ്. ഇനി ഓരോ ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ABC അനാലിസിസ്. ABC അനാലിസിസ് നമ്മൾ ക്ലാസ്സിൽ അതിൻ്റെ പ്രോബ്ലവും ഗ്രാഫുമെല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. എന്താണ് ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ? ABC അനാലിസിസ് ഈസ് ആൾസോ നോൺ ആസ് ആൾവേസ് ബെറ്റർ കൺട്രോൾ. ABC എന്നതിൻ്റെ ഫുൾ ഫോം ആൾവേസ് ബെറ്റർ കൺട്രോൾ എന്നുള്ളതാണ്. അണ്ടർ ABC അനാലിസിസ് ആൾ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ABC അനാലിസിസിലെ ടോട്ടൽ മെറ്റീരിയൽസിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ A എന്നും, സെക്കൻഡ് വൺ B എന്നും, തേർഡ് വൺ C എന്നും. അപ്പോൾ കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C എന്ന രീതിയിൽ 3 ആക്കിയിട്ട് ABC അനാലിസിസിലെ മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കാറ്റഗറി A ഇൻക്ലൂഡ്സ് ഹൈ വാല്യൂ മെറ്റീരിയൽസ്. കാറ്റഗറി B ഇൻക്ലൂഡ്സ് മീഡിയം ഓർ മോഡറേറ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. കാറ്റഗറി C ഇൻക്ലൂഡ്സ് ലോവർ വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. അതായത് കാറ്റഗറി A എന്ന് പറഞ്ഞതിൽ ഏറ്റവും വാല്യൂ കൂടുതലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഹൈ വാല്യൂ മെറ്റീരിയൽസിൻ്റെ ഒരു ഗ്രൂപ്പാണ് കാറ്റഗറി A എന്ന് പറയുന്നത്. അതായത് മൂല്യം കൂടുതലുള്ള മെറ്റീരിയൽസാണ് കാറ്റഗറി Aയിൽ വരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുമ്പ്, മെറ്റൽസ്, ലോഹങ്ങൾ, ഇതൊക്കെ മൂല്യം കൂടിയ കാറ്റഗറി ഓഫ് മെറ്റീരിയൽസ് ആണ്. കാറ്റഗറി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഓർ മോഡറേറ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. താരതമ്യേന മോഡറേറ്റ് വാല്യൂ ഉള്ള മെറ്റീരിയൽസാണ് കാറ്റഗറി Bയിൽ വരുന്നത്. വില തീരെ കുറവല്ലാത്തതും എന്നാൽ ധാരാളിത്തമുള്ള വിലയില്ലാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അത്തരത്തിലുള്ള മെറ്റീരിയൽസാണ് കാറ്റഗറി Bയിൽ വരുന്നത്. കാറ്റഗറി B ഇൻക്ലൂഡ്സ് മീഡിയം ഓർ മോഡറേറ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽസ്. മീഡിയം മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോഡറേറ്റ് വാല്യൂ ഓഫ് മെറ്റീരിയൽസാണ് കാറ്റഗറി Bയിൽ വരുന്നത്. A കാറ്റഗറി എന്നതിൽ ഉയർന്ന വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ആകുമ്പോൾ B കാറ്റഗറി എന്നതിൽ താരതമ്യേന വാല്യൂ കുറവുള്ള മെറ്റീരിയൽസ്, അതായത് Aയെ അപേക്ഷിക്കുമ്പോൾ വാല്യൂ കുറവുള്ളത്. എന്നാൽ C കാറ്റഗറിയിൽ ഏറ്റവും മൂല്യം കുറവുള്ള മെറ്റീരിയൽസാണ് വരിക. ലോവർ വാല്യൂ മെറ്റീരിയൽസാണ് കാറ്റഗറി Cയിൽ വരിക. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ നെയിൽസ്, അതുപോലെ തന്നെ സ്ക്രൂ, നട്ട്സ്, ബോൾട്ട്സ്, ഇതുപോലുള്ള ചെറിയ റോ മെറ്റീരിയൽസൊക്കെയാണ് കാറ്റഗറി Cയിൽ വരിക. അതായത് ആണി, അതുപോലെ തന്നെ സ്ക്രൂ, നട്ട്, ബോൾട്ട്, അങ്ങനത്തെ സ്പാനേഴ്സ്, ഇതുപോലുള്ള നോർമലി വാല്യൂ കുറവുള്ള മെറ്റീരിയൽസാണ് കാറ്റഗറി Cയിൽ വരിക. അപ്പോൾ റോ മെറ്റീരിയൽസിനെ നമ്മൾ 3ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാറ്റഗറി A, കാറ്റഗറി B ആൻഡ് കാറ്റഗറി C എന്ന് പറയുന്നത്. According to this technique, a greater or strict control is exercised over
കാറ്റഗറി എ മെറ്റീരിയൽസ്. കാറ്റഗറി എ മെറ്റീരിയൽസിൽ സ്ട്രിക്റ്റ് കൺട്രോൾ എന്നുള്ളത് നടപ്പിലാക്കണം. കാരണം മൂല്യം കൂടുതലുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. കാരണം അതിന് വാല്യൂ കൂടുതലാണ്. മോഡറേറ്റ് കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ഓവർ കാറ്റഗറി ബി മെറ്റീരിയൽസ്. കാറ്റഗറി ബി മെറ്റീരിയൽസിന് താരതമ്യേന എ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൺട്രോൾ കുറവായിരിക്കും, എന്നാൽ സി അപേക്ഷിച്ച് നോക്കുമ്പോൾ കൺട്രോൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും വേണ്ടി വരും. ആൻഡ് റിലേറ്റീവ്ലി ലെസ്സർ ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ കാറ്റഗറി സി മെറ്റീരിയൽസ്. താരതമ്യേന ഏറ്റവും ഡിഗ്രി ഓഫ് കൺട്രോൾ കുറവുള്ള മെറ്റീരിയൽസ് ആയിരിക്കും കാറ്റഗറി സിയിൽ വന്നു ചേരുക. ഇത്തരത്തിലുള്ളൊരു അനാലിസിസിനെ നമ്മൾ ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ABC അനാലിസിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യുക, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നത്. കോൺസെൻട്രേറ്റിംഗ് എഫേർട്സ് ഇൻ ദോസ് ഐറ്റംസ് വേർ അറ്റൻഷൻ ഈസ് നീഡഡ് മോസ്റ്റ്. ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ആവശ്യമുള്ള ഐറ്റത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ എഫേർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നിക്സാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വില കൂടുതലും പക്ഷേ എണ്ണം കുറവുമായിരിക്കും. ബി കാറ്റഗറി എന്ന് പറഞ്ഞാൽ എണ്ണം എ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും, പക്ഷേ എന്തായിരിക്കും താരതമ്യേന ആവറേജ് ലെവൽ എണ്ണം ഉണ്ടായിരിക്കും. വാല്യൂ പക്ഷേ എന്തായിരിക്കും എ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആണെങ്കിൽ എണ്ണം വളരെ കൂടുതലായിരിക്കും, പക്ഷേ വില എന്നുള്ളത് എന്തായിരിക്കും കുറവായിരിക്കും. അതാണ് മൂന്നാമത്തെ കാറ്റഗറി ഓഫ് മെറ്റീരിയലിൻ്റെ പ്രത്യേകത. ഇങ്ങനെയാണ് 3 തരത്തിലുള്ള അനാലിസിസ് നടപ്പിലാക്കുന്നത്. അല്ല 3 തരത്തിലുള്ള കാറ്റഗറി ഓഫ് മെറ്റീരിയൽസിനെ ഉപയോഗിച്ച് ABC അനാലിസിസ് നടപ്പിലാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ക്ലറിക്കൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും, മെറ്റീരിയൽസിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും, ഹയർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, കോസ്റ്റിൻ്റെ മുകളിൽ റിഡക്ഷൻ ലീഡ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, ക്ലോസർ ആൻഡ് സ്ട്രിക്റ്റർ കൺട്രോൾ നമുക്ക് നടപ്പിലാക്കാനും കഴിയും. അതിൻ്റെ പ്രോബ്ലവും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് പറയാനുള്ളത് VED അനാലിസിസ്, വെഡ് അനാലിസിസ് എന്ന് പറയും. രണ്ടാമത്തെ ഒരു സെലക്റ്റീവ് ഇൻവെൻറ്ററി കൺട്രോൾ ടെക്നിക്കാണ് വെഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ തിയറി മാത്രമേ ഉള്ളൂ, പ്രോബ്ലം ഭാഗമില്ല. പ്രോബ്ലം നമുക്ക് ABC അനാലിസിസിൻ്റെ മാത്രമേ ഉള്ളൂ. എന്താണ് VED അനാലിസിസ് എന്ന് നോക്കാം. ദിസ് ടെക്നിക് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഈസ് അപ്ലിക്കബിൾ ടു സ്പെയർ പാർട്സ്, ഓയിൽസ്, ലൂബ്രിക്കൻസ് ആൻഡ് സച്ച് ലൈക്ക്. അതായത് ഈ മെറ്റീരിയൽ കൺട്രോൾ ടെക്നിക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് സ്പെയർ പാർട്സുകൾക്ക്, ഓയിലുകൾക്ക്, ലൂബ്രിക്കൻസ് ഇതുപോലുള്ള ഐറ്റത്തിനാണ്. സ്പെയർ പാർട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്പെയർ പാർട്സ് നമ്മൾ എടുക്കുകയാണ്. സ്പെയർ പാർട്സിനെ നമുക്ക് വൈറ്റൽ എന്നും എസെൻഷ്യൽ എന്നും ഡിസൈറബിൾ എന്നും 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. വൈറ്റൽ സ്പെയർസ് ആർ ദോസ് വിച്ച് ആർ വെരി ക്രിട്ടിക്കൽ ഫോർ പ്രൊഡക്ഷന് വളരെയധികം അത്യാവശ്യമുള്ളതും അത്യന്താപേക്ഷിതവുമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് വൈറ്റൽ സ്പെയർസ് എന്ന് പറയുന്നത്. If these are out of stock, it will lead to immediate production stoppage and heavy production loss. ഈ പ്രൊഡക്റ്റുകൾ, ഈ വൈറ്റൽ സ്പെയർസുകൾ കൈവശമില്ലാത്ത പക്ഷം അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലാതിരിക്കുന്ന പക്ഷം പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഫേമിനെ സംബന്ധിച്ചും ഹെവി പ്രൊഡക്ഷൻ ലോസ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. സോ ഇഫ് ഇറ്റ് ഈസ് നീഡഡ് ഫോർ മെയിൻറ്റെയിനിങ് അഡിക്വേറ്റ് സ്റ്റോക്ക് ഓഫ് ദീസ് വൈറ്റൽ സ്പെയർസ്, ഈ വൈറ്റൽ സ്പെയർസിൻ്റെ അഡിക്വേറ്റ് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതിൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന പക്ഷം ഇമ്മീഡിയറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് ആവുകയും ഹെവി പ്രൊഡക്ഷൻ ലോസിലേക്ക് അത് നയിക്കുകയും ചെയ്യും. നെക്സ്റ്റ് എസെൻഷ്യൽ സ്പെയർസ് ആണ് പറയുന്നത്. എസെൻഷ്യൽ സ്പെയർസ് ആർ ദോസ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എസെൻഷ്യൽ സ്പെയർസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെയറുകളാണ് എസെൻഷ്യൽ സ്പെയർസ് എന്ന് പറയുന്നത്. എസെൻഷ്യൽ സ്പെയർസിൻ്റെ പ്രത്യേകത എന്താണ്? എസെൻഷ്യൽ സ്പെയർസ് ഇഫ് ദേ ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഫോർ എ ലോങ് പീരിയഡ് പ്രൊഡക്ഷൻ വിൽ സ്റ്റോപ്പ്. അത് കുറച്ച് കാലത്തേക്ക് അതിൻ്റെ എന്ത് ചെയ്യുക, ഫ്യൂ അവേഴ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഡേയിലേക്കോ ഒക്കെ എസെൻഷ്യൽ സ്പെയർസിൻ്റെ അഭാവം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതായത് അതില്ലാതെ നമുക്ക് പ്രൊഡക്ഷൻ നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ദീർഘകാലത്തേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അതായത് എസെൻഷ്യൽ സ്പെയർസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെയർസുകളാണ്. ഒരു ഫ്യൂ ഡേയ്സിലേക്കോ 1 ഡേയിലേക്കോ അല്ലെങ്കിൽ ഫ്യൂ അവേഴ്സിലേക്കോ ഒക്കെ അതിൻ്റെ അഭാവം എന്നുള്ളത് നമുക്ക് ഒരു പ്രോബ്ലമായിട്ട് മാറുന്നില്ല. പക്ഷേ ഒരു മണിക്കൂറുകൾ കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലോങ്ങർ പീരീഡിലേക്ക് ഇത് കിട്ടാതെ വരുന്ന സന്ദർഭത്തിൽ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജിലേക്ക് നയിക്കും. അത്തരത്തിലുള്ള റോ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, എസെൻഷ്യൽ സ്പെയർസ് എന്ന് പറയുക. ഇനി അടുത്തത് ഡിസൈറബിൾ സ്പെയർസ് എന്ന് പറയുന്നതാണ്. ഡിസൈറബിൾ സ്പെയർസ് ആർ ദോസ് which are required for production but factory can manage without them for some time, say a week, or use substitute in case of them.
അതായത് ഡിസൈറബിൾ സ്പെയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷന് ആവശ്യമുള്ള റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ്, അല്ല ആവശ്യമുള്ള മെറ്റീരിയൽസാണ്. പക്ഷേ ഇതില്ലാതെയും ഫാക്ടറിക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയത്തേക്കോ ഒരു ആഴ്ചയിലേക്കോ അല്ലെങ്കിൽ വീക്കിലേക്കോ അല്ലെങ്കിൽ ഒരു മന്തിലേക്കോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കുറച്ച് കാലത്തേക്കോ ഇതിന് പകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളോ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് അത്യന്താപേക്ഷിതമായ പ്രൊഡക്റ്റാണ് നമുക്ക്, അല്ല റോ മെറ്റീരിയലാണ് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ പ്രൊഡക്ഷന് അത്യാവശ്യമുള്ള അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ തന്നെയാണ് ഡിസൈറബിൾ സ്പെയേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതില്ലാതെയും ഫാക്ടറിക്ക് ഒരാഴ്ചയോ ഒരു 2 വീക്സോ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കൊക്കെ മാറ്റിവെക്കാൻ ഇതില്ലാതെയോ പ്രൊഡക്ഷൻ നടപ്പിലാക്കാൻ കഴിയും. ഇതിന് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽസിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണ് VD അനാലിസിസ് എന്ന് പറയുക. വൈറ്റൽ ആയിട്ടുള്ള മെറ്റീരിയൽസ്, എസെൻഷ്യലായ മെറ്റീരിയൽസ്, ഡിസൈറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി അടുത്തതാണ് വെയിൻ അനാലിസിസ്. എന്താണ് വെയിൻ അനാലിസിസ് എന്ന് നോക്കാം. ദിസ് ഇസ് എ മോഡിഫൈഡ് ടെക്നിക് ഓഫ് വെഡ് അനാലിസിസ്. വെഡ് അനാലിസിസിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് വെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഹിയർ ഐറ്റംസ് ആർ ക്ലാസിഫൈഡ് ആസ് വൈറ്റൽ, എസെൻഷ്യൽ, ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോർമൽ. ഇവിടെ ഐറ്റത്തിനെ നമ്മൾ വൈറ്റൽ എന്നും എസെൻഷ്യൽ എന്നും ഇമ്പോർട്ടൻ്റ് എന്നും നോർമൽ എന്നും 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ പ്ലാന്റ് ആൻഡ് മെഷീനറീസ്. പ്ലാന്റ് ആൻഡ് മെഷീനറികളുടെ മുകളിൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. When this technique is used in conjunction with wed analysis, it becomes one of the effective techniques of material control. അതായത് വെഡ് അനാലിസിസിൻ്റെ കൂടെ ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കൺട്രോളിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് വെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അണ്ടർ ദിസ് ടെക്നിക് വൈറ്റൽ സ്പെയേഴ്സ് ആർ അറേഞ്ച്ഡ് ഫോർ ആൾ ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. എല്ലാ ടൈപ്സ് ഓഫ് പ്ലാന്റുകൾക്കും വേണ്ടിയിട്ട് വൈറ്റൽ സ്പെയേഴ്സുകളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ വൈറ്റൽ, എസെൻഷ്യൽ, ഇമ്പോർട്ടൻറ്റ് ആൻഡ് നോർമൽ. സിംപ്ലി എസെൻഷ്യൽ സ്പെയേഴ്സ് ആർ അറേഞ്ച്ഡ് ഫോർ ആൾ ദ 4 കാറ്റഗറീസ് ഓഫ് മെഷീൻ. ഈ 4 കാറ്റഗറീസ് ഓഫ് മെഷീൻസിന് വേണ്ടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, എസെൻഷ്യൽ സ്പെയേഴ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ മോഡിഫൈഡ് ടെക്നിക്കാണ്. ഇവിടെ വൈറ്റൽ, എസെൻഷ്യൽ, ഇമ്പോർട്ടൻറ്റ്, നോർമൽ എന്ന രീതിയിൽ 4 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽസിനെ ഡിവൈഡിങ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് സാപ്പ് അനാലിസിസ്. എന്താണ് സാപ്പ് അനാലിസിസ് എന്ന് നോക്കാം. Under this technique of material control, materials are classified into 3 categories, namely scarce, available and plenty. ഇവിടെ മെറ്റീരിയൽസിനെ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ദൗർലഭ്യമുള്ളത്, അവൈലബിൾ എന്ന് പറയുന്നത് ലഭ്യമായത്, പ്ലെൻറ്റി എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ടുള്ളത്. ഇങ്ങനെ 3 രീതിയിൽ നമ്മൾ മെറ്റീരിയൽസിനെ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഗ്രേറ്റർ അറ്റൻഷൻ ഈസ് പെയ്ഡ് ഓൺ സ്കേഴ്സ് ഐറ്റംസ്. ദൗർലഭ്യമുള്ള മെറ്റീരിയൽസിന് സ്വാഭാവികമായിട്ടും കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. മോഡറേറ്റ് അറ്റൻഷൻ ഈസ് പുട്ട് ഓൺ അവൈലബിൾ ഐറ്റംസ്. അവൈലബിൾ ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ മുകളിൽ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ പരിമിതമായ അറ്റൻഷൻ എന്നത് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ലീസ്റ്റ് അറ്റൻഷൻ ഓൺ പ്ലൻറ്റി ഐറ്റംസ്. ധാരാളമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് മുകളിൽ അറ്റൻഷൻ താരതമ്യേന കുറവ് മാത്രം മതി. ദിസ് ടെക്നിക് അലൗസ് ദ എൻ്റർപ്രൈസ് ടു ബിൽഡ് ഇൻ പ്രൊവിഷൻ ഫോർകാസ്റ്റ് അവൈലബിലിറ്റി സ്റ്റേറ്റ് ഓഫ് എൻ ഐറ്റം. ഒരു ഐറ്റത്തിൻ്റെ അവൈലബിലിറ്റി സ്റ്റേറ്റ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർപ്രൈസിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു ടെക്നിക്ക് കൂടിയാണിത്. ക്വാണ്ടിറ്റി ടു ബി ഓർഡേർഡ് വിൽ ആൾസോ ബി ഗവേൺഡ് ബൈ ദ സ്കേഴ്സിറ്റി ഫാക്ടർ. എത്രമാത്രം ഓർഡർ ചെയ്യുന്നുണ്ട് എന്നതുകൂടി സ്കേഴ്സിറ്റിയെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ദൗർലഭ്യമുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അവൈലബിളായ മെറ്റീരിയൽസ്, പ്ലെൻറ്റി മെറ്റീരിയൽസ് എന്ന രീതിയിൽ മെറ്റീരിയൽസെ നമ്മൾ 3 ആക്കി കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് സാപ്പ് എന്ന് പറയുന്നത്, സ്കേഴ്സ്, അവൈലബിൾ ആൻഡ് പ്ലെൻറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് FSN അനാലിസിസ്. 5ാമത്തെ ഒരു ടെക്നിക്കാണ് FSN അനാലിസിസ്. ദിസ് ഈസ് എ ടെക്നിക് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഇൻ വിച്ച് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ആസ് ഫാസ്റ്റ്, സ്ലോ ആൻഡ് നോൺ മൂവിങ്. ഈ ടെക്നിക്കിൽ മെറ്റീരിയൽസിന് നമ്മൾ 3 ആക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഫാസ്റ്റ് മെറ്റീരിയൽസ്, പിന്നെ ഒന്ന് സ്ലോ മെറ്റീരിയൽസ്, പിന്നെ ഒന്ന് നോൺ മൂവിങ് മെറ്റീരിയൽസ് എന്ന് 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഡിറ്റർമിൻസ് ദ കൺസംഷൻ പാറ്റേൺ ഓഫ് എൻ ഐറ്റം. ഒരു ഐറ്റത്തിൻ്റെ കൺസംഷൻ പാറ്റേൺ ആണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്. ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസ് ആർ കൺസ്യൂംഡ് വെരി ഫ്രീക്വൻ്റ്ലി ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യും. സ്ലോ മൂവിങ് മെറ്റീരിയൽസ് ഓൺ ദ അതർ ഹാൻഡ് ആർ കൺസ്യൂംഡ് ലെസ് ഫ്രീക്വൻ്റ്ലി. അതേപോലെ തന്നെയാണ് സ്ലോ മൂവിങ് മെറ്റീരിയൽസ് ലെസ് ഫ്രീക്വൻ്റ്ലി ആയിട്ട് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. നോൺ മൂവിങ് മെറ്റീരിയൽസ് ആർ ടേംഡ് ആസ് ഡോർമൻറ്റ് മെറ്റീരിയൽസ്. അതിനെ നമ്മൾ ഡോർമൻറ്റ് മെറ്റീരിയൽസ് എന്നാണ് അതിനെ പറയുന്നത്. ദീസ് ആർ നോട്ട് നീഡഡ് ഫോർ കറൻറ്റ് പ്രൊഡക്ഷൻ. നിലവിൽ പ്രൊഡക്ഷന് ആവശ്യമില്ലാത്ത മെറ്റീരിയൽസ് ആണത്. ബട്ട് ആർ നീഡഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. പക്ഷേ ഫ്യൂച്ചറിൽ എന്ത് വരും, അതിൻ്റെ ആവശ്യകത ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിൽ നമ്മളെ മെറ്റീരിയൽസിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണ് FSN അനാലിസിസ് എന്ന് പറയുക.
ഫാസ്റ്റ്, സ്ലോ ആൻഡ് നോൺ മൂവിങ്. ഫാസ്റ്റ് മെറ്റീരിയൽസ് പ്രൊഡക്ഷന് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന മെറ്റീരിയൽസ് ആണ്, തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. സ്ലോ എന്ന് പറഞ്ഞാൽ ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് മാത്രം ഉപയോഗിക്കേണ്ടി വരുള്ളൂ. നോൺ മൂവിങ് എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രൊഡക്ഷൻ ആവശ്യമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ളത് ആവശ്യമായിട്ട് വരും. ഇനി അടുത്തതാണ് HML അനാലിസിസ്. എന്താണ് HML അനാലിസിസ് എന്ന് നോക്കാം. Under HML analysis, materials are classified as high valued items, medium valued items and low valued items. HML അനാലിസിസിൽ മെറ്റീരിയൽസിനെ നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹൈ വാല്യൂഡ് ഐറ്റംസ് എന്നും, പിന്നൊന്ന് മീഡിയം വാല്യൂഡ് ഐറ്റംസ് എന്നും, പിന്നൊന്ന് ലോ വാല്യൂഡ് ഐറ്റംസ് എന്നും. ദിസ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് യൂണിറ്റ് വാല്യൂ ഓഫ് സ്റ്റോർസ്. സ്റ്റോറിൻ്റെ യൂണിറ്റ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഹൈ വാല്യൂഡും മീഡിയം വാല്യൂഡും ലോ വാല്യൂഡ് എന്നും തീരുമാനിക്കപ്പെടുന്നത്. Materials with a high unit value will be given utmost importance and tight control is exercised. ഹൈ യൂണിറ്റ് വാല്യൂ ഉള്ള മെറ്റീരിയൽസിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതിൻ്റെ മുകളിൽ ടൈറ്റ് കൺട്രോൾ എക്സസൈസ് ചെയ്യുകയും ചെയ്യും. മെറ്റീരിയൽസ് വിത്ത് മീഡിയം യൂണിറ്റ് വാല്യൂ വിൽ ബി ഗിവൻ ലെസ്സർ ഇമ്പോർട്ടൻസ്. അതായത് മീഡിയം യൂണിറ്റ് വാല്യൂ ഉള്ള മെറ്റീരിയൽസിന് ടൈറ്റ് കൺട്രോൾ സാധാരണഗതിയിൽ പ്രൊവൈഡ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഹൈ വാല്യൂവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലെസ്സർ ഇമ്പോർട്ടൻസ് മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ. ആൻഡ് control, whereas materials with low unit value will be given least attention. അതേപോലെ തന്നെ യൂണിറ്റ് വാല്യൂ താരതമ്യേന ഏറ്റവും കുറവുള്ള മെറ്റീരിയൽസിന് ലീസ്റ്റ് അറ്റൻഷൻ മാത്രമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മെറ്റീരിയൽസിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ HML അനാലിസിസ് എന്ന് പറയുക. ഹൈ വാല്യൂഡ്, മീഡിയം വാല്യൂഡ് ആൻഡ് ലോ വാല്യൂഡ് എന്ന രീതിയിൽ നമ്മൾ മെറ്റീരിയൽസിനെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് SDE അനാലിസിസ്. എന്താണ് SDE അനാലിസിസ് എന്ന് നോക്കാം. This technique is used to exercise control over materials depending upon their ready availability. മെറ്റീരിയലിൻ്റെ റെഡി അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് അതിന് കൺട്രോൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് SDE അനാലിസിസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ്, മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സ്കേഴ്സ്, ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ, ഈസി ടു ഒബ്റ്റെയിൻ മെറ്റീരിയൽസ്. അതായത് ദൗർലഭ്യമുള്ള മെറ്റീരിയൽസ് എന്നും ഒബ്റ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടേറിയ മെറ്റീരിയൽസ് എന്നും ഒബ്റ്റെയിൻ ചെയ്യാൻ വളരെ ഈസി ആയ മെറ്റീരിയൽസ് എന്നും മൂന്നാക്കിയിട്ട് എന്ത് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് SDE അനാലിസിസ് എന്ന് പറയുന്നത്. സ്കേഴ്സ് മെറ്റീരിയൽസ്, ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ മെറ്റീരിയൽസ്, ഈസി ടു ഒബ്റ്റെയിൻ മെറ്റീരിയൽസ്, ഇതിനെയാണ് നമ്മൾ SDE എന്ന് പറയുന്നത്. എനി ഐറ്റം ഓഫ് മെറ്റീരിയൽ വിച്ച് ഈസ് സ്കേഴ്സ് ഇൻ സപ്ലൈ ഈസ് ടു ബി സ്റ്റോക്ക്ഡ് ഇൻ എക്സസ് ക്വാണ്ടിറ്റി. അതായത് സപ്ലൈ ചെയ്യപ്പെടുന്നതിൽ വളരെ ദൗർലഭ്യമുള്ള മെറ്റീരിയൽസ് ആണെന്നെങ്കിൽ അതിൻ്റെ എക്സസ് ക്വാണ്ടിറ്റി പലപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടതായിട്ട് ആവശ്യം വരും. വാല്യൂവിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതൽ എക്സസ് സ്റ്റോക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വരും. വോളിയം ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് മൂവ്മെൻറ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വോള്യവും വാല്യൂവും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ എക്സസ് ക്വാണ്ടിറ്റി പലപ്പോഴും ഫേമിന് സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സ്കേഴ്സ് മെറ്റീരിയൽസിൻ്റെ എക്സസ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ആൾസോ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു പ്രൊക്യൂർ ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. അതുപോലെ തന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മെറ്റീരിയൽസിൻ്റെ മുകളിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട്, ഇതേപോലെ സ്കേഴ്സ് മെറ്റീരിയൽസിൻ്റെ അതേ രീതിയിലുള്ള കോൺസ്റ്റൻറ്റ് എഫേർട്ട് എവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ മെറ്റീരിയൽസിൻ്റെ മുകളിലും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നോ എക്സ്ട്രാ എഫേർട്ട്സ് ആർ ടു ബി മെയ്ഡ് ഇൻ കേസ് ഓഫ് ഈസി ടു ഒബ്റ്റെയിൻ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. കിട്ടാൻ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിൻ്റെ മുകളിൽ നമ്മൾ എക്സ്ട്രാ പരിശ്രമങ്ങളോ അല്ലെങ്കിൽ എഫേർട്ടുകളോ ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല. ഈ രീതിയിൽ നമ്മൾ മൊത്തം മെറ്റീരിയൽസിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മൾ SDE അനാലിസിസ് എന്ന് പറയുന്നത്. സ്കേഴ്സ്, ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ ആൻഡ് ഈസി ടു ഒബ്റ്റെയിൻ. നെക്സ്റ്റ് SOS അനാലിസിസ്. എന്താണ് SOS അനാലിസിസ് എന്ന് നോക്കാം. അണ്ടർ ദിസ് ടെക്നിക് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ, മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 categories, seasonal and off-seasonal materials. While procuring the materials, seasonal materials should be given more importance. ഇവിടെ മെറ്റീരിയൽസിനെ 2 കാറ്റഗറിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സീസണൽ മെറ്റീരിയൽസും പിന്നെ ഓഫ് സീസണൽ മെറ്റീരിയൽ. അതായത് ഒരു പ്രത്യേക സീസണിൽ മാത്രം ലഭിക്കുന്ന മെറ്റീരിയൽസ്, സീസൺ കഴിഞ്ഞാൽ ലഭിക്കാത്ത മെറ്റീരിയൽസ്, അതുപോലെ ഓഫ് സീസണൽ മെറ്റീരിയൽസ്. വൈൽ പ്രൊക്യൂറിംഗ് മെറ്റീരിയൽസ്, സീസണൽ മെറ്റീരിയൽസ് ഷുഡ് ബി ഗിവൻ മോർ ഇമ്പോർട്ടൻസ്. സീസണൽ മെറ്റീരിയൽസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സീസണിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മെറ്റീരിയൽസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സീസണൽ മെറ്റീരിയൽ ഷുഡ് ബി ഗിവൻ മോർ ഇമ്പോർട്ടൻസ്. ഓഫ് സീസണൽ മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സീസണൽ മെറ്റീരിയൽസിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഗോൾഫ് അനാലിസിസ്. എന്താണ് ഗോൾഫ് അനാലിസിസ് എന്ന് നോക്കാം. Under this technique, materials are classified into government supplies, open supplies, local supplies and foreign supplies.
There is no problem with regard to open and local supplies. However, certain formalities are to be observed in case of government and foreign supplies. ഗോൾഫ് അനാലിസിസിൽ മെറ്റീരിയൽസിനെ നാലാക്കി ഡിവൈഡ് ചെയ്യണം. ഒന്ന് ഗവൺമെൻറ് സപ്ലൈസ്, ഒന്ന് ഗവൺമെൻറ്റിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പരിമിതിയോടുകൂടി അല്ലെങ്കിൽ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ചോ മാത്രം ലഭ്യമാകുന്ന മെറ്റീരിയൽസ്. ഓപ്പൺ സപ്ലൈസ് എന്ന മാർക്കറ്റിൽ ഓപ്പണായിട്ട് എപ്പോൾ വേണമെങ്കിലും ലഭിക്കാവുന്ന സപ്ലൈ ചെയ്താൽ പറ്റുന്ന മെറ്റീരിയൽസ്. ലോക്കൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഏത് ലോക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിലും അല്ലെങ്കിൽ ലോക്കൽ യൂണിറ്റുകളിലും നമുക്ക് അവൈലബിൾ ആകുന്ന ലോക്കൽ ബോഡിയിൽ നിന്ന് ലോക്കൽ യൂണിറ്റുകളിലും അവൈലബിൾ ആകുന്ന മെറ്റീരിയൽസ്. ഫോറിൻ സപ്ലൈ പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ ലഭിക്കാത്ത ചില മെറ്റീരിയൽസ് ആണെങ്കിൽ പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ് ആണെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം കൊണ്ട് മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉൽപ്പാദന പ്രക്രിയ നടപ്പിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ക്രൂഡ് ഓയിൽ പോലുള്ള സാധനങ്ങളൊന്നും ഇന്ത്യയിലല്ല കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ വിദേശത്തു നിന്നും വരുന്ന കാരണം കൊണ്ടാണ് അതിൻ്റെ വിലക്കയറ്റവും മറ്റൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ, ബാരൽ എണ്ണ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വിദേശ രാജ്യം കുവൈറ്റ് അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫോറിൻ സപ്ലൈ കൃത്യമായി നടപ്പിലാകുന്നതിനനുസരിച്ച് മാത്രമേ അതിൽ നിന്നും ഉണ്ടാകുന്ന പർട്ടിക്കുലർ മെറ്റീരിയൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. So there is no problem with regard to open and local supplies. ഓപ്പൺ ആൻഡ് ലോക്കൽ സപ്ലൈയിൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം ഏത് മാർക്കറ്റിലും എപ്പോഴും അവൈലബിൾ ആകുന്ന റോ മെറ്റീരിയൽസ് ആണ് ഓപ്പൺ ആൻഡ് ലോക്കൽ സപ്ലൈസ് എന്ന് പറയുന്നത്. However, certain formalities are to be observed in case of government and foreign supplies. പക്ഷേ ഗവൺമെൻറ് ആൻഡ് ഫോറിൻ സപ്ലൈ ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ മുകളിൽ ചില ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ നിയമാവലികൾ പൂർണ്ണമായിട്ടും പാലിക്കപ്പെടേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഫേമിന് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മൊത്തം മെറ്റീരിയൽസിനെ നാലാക്കി ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഗോൾഫ് അനാലിസിസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മെറ്റീരിയൽസിനെ നമ്മൾ ഗവൺമെൻറ് സപ്ലൈസ് എന്നും ഓപ്പൺ സപ്ലൈസ് എന്നും ലോക്കൽ സപ്ലൈസ് എന്നും ഫോറിൻ സപ്ലൈസ് എന്നും നാലാക്കിയിട്ട് ഡിവൈഡിങ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് XYZ അനാലിസിസ്. എന്താണ് XYZ അനാലിസിസ് എന്ന് നോക്കാം. ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോക്ക് വാല്യൂ ഓഫ് ദ ഐറ്റം. ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് വാല്യൂവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഐറ്റംസ് ഹാവിങ് എ വെരി ഹൈ സ്റ്റോക്ക് വാല്യൂ ആർ ക്ലാസിഫൈഡ് ആസ് എക്സ്. ഉയർന്ന സ്റ്റോക്ക് വാല്യൂ ഉള്ള ഐറ്റത്തിനെ എക്സ് എന്ന ക്ലാസിഫൈ ചെയ്യുന്നു. ഐറ്റംസ് വിത്ത് ലീസ്റ്റ് സ്റ്റോക്ക് വാല്യൂ ആർ ക്ലാസിഫൈഡ് ആസ് ഇസഡ്. ലീസ്റ്റ് സ്റ്റോക്ക് വാല്യൂ ഉള്ള ഐറ്റത്തിനെ നമ്മൾ സെഡ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് വാല്യൂവിൻ്റെ ബേസിസിൽ ഐറ്റത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് XYZ അനാലിസിസ് എന്ന് പറയുന്നത്. ഹൈ സ്റ്റോക്ക് വാല്യൂ ഉള്ള ഐറ്റത്തിനെ എക്സ് എന്നും ലീസ്റ്റ് സ്റ്റോക്ക് വാല്യൂ ഉള്ള ഐറ്റത്തിനെ നമ്മൾ സെഡ് എന്ന രീതിയിലും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സിൽ ഏതൊക്കെ പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 എണ്ണമാണ് പറഞ്ഞത്, 11 10 എണ്ണമാണ്. ഈ 10 എണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് 10 തരത്തിലുള്ള സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സ്? ഒന്ന് ABC അനാലിസിസ് അഥവാ ആൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ്. രണ്ടാമത്തത് VED അനാലിസിസ്, അതായത് വൈറ്റൽ എസെൻഷ്യൽ ഡിസൈറബിൾ അനാലിസിസ്. മൂന്നാമത്തത് വെയിൻ എന്ന് പറഞ്ഞാൽ വൈറ്റൽ എസെൻഷ്യൽ ഇമ്പോർട്ടൻറ്റ് നോർമൽ അനാലിസിസ്. അതിനാണ് വെയിൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആൻഡ് നോർമൽ അനാലിസിസിനാണ് വെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സാപ്പ് അനാലിസിസ്. സാപ്പ് എന്ന് പറഞ്ഞാൽ സ്കേഴ്സ് അവൈലബിൾ ആൻഡ് പ്ലൻറ്റി. പിന്നെ FSN എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് സ്ലോ ആൻഡ് നോൺ മൂവിങ്. പിന്നെ അടുത്തത് HML എന്ന് പറഞ്ഞാൽ ഹൈ വാല്യൂഡ്, മീഡിയം വാല്യൂഡ്, ലോ വാല്യൂഡ്. പിന്നെ SDE എന്ന് പറഞ്ഞാൽ സ്കേഴ്സ്, ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ, ഈസി ടു ഒബ്റ്റെയിൻ. പിന്നെ SOS മെറ്റീരിയൽസ്. SOS എന്ന് പറഞ്ഞാൽ സീസണൽ ആൻഡ് ഓഫ് സീസണൽ. നെക്സ്റ്റ് ഗോൾഫ് അനാലിസിസ്. ഗോൾഫ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സപ്ലൈസ്, ഓപ്പൺ സപ്ലൈസ്, ലോക്കൽ സപ്ലൈസ് ആൻഡ് ഫോറിൻ സപ്ലൈസ്. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് വൺ പറയുന്നത് XYZ അനാലിസിസ്. XYZ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഹൈ സ്റ്റോക്ക് വാല്യൂസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ലീസ്റ്റ് സ്റ്റോക്ക് വാല്യൂവിനെ നമ്മൾ സെഡ് എന്ന രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെലക്റ്റീവ് ഇൻവെൻ്ററി കൺട്രോൾ ടെക്നിക്സ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻവെൻ്ററി കൺട്രോളിൻ്റെ സെലക്റ്റീവ് കൺട്രോൾ ടെക്നിക്സ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിൽ ABC അനാലിസിസിൻ്റെ മാത്രമേ പ്രോബ്ലമായിട്ട് പറയുന്നുള്ളൂ. ABC അനാലിസിസ് എങ്ങനെയാണ് ABC അനാലിസിസ് ഉപയോഗിച്ചിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് നടപ്പിലാക്കുക എന്നതിൻ്റെ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. റാങ്ക് ബേസിസിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ABC പ്ലാൻ പ്രകാരം നമ്മൾ ഐറ്റത്തിനെ റാങ്കിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് കാണുക, ടോട്ടൽ പെർസെൻറ്റേജ് കാണുക, കാറ്റഗറി ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നമ്മൾ അനാലിസിസ് ചെയ്യുക. അതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫും അതുപോലെ തന്നെ ABC അനാലിസിസ് വരയ്ക്കുന്നതിൻ്റെ ഗ്രാഫും നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും എന്തായാലും ഇത് എക്സാമിനേഷന് നല്ല രീതിയിൽ പഠിക്കണം.
ഓക്കെ, താങ്ക് യു.